ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പെന്തക്കോസ്ത് തിരുനാൾ അർത്ഥവത്തായി ആഘോഷിക്കേണ്ടതിന് നമ്മൾ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അല്പസമയം നമ്മൾ വചനം കേൾക്കുന്നു, നവേനയിൽ പങ്കെടുക്കുന്നു, ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമ്മൾ സ്വീകരിക്കും. നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പെന്തക്കോസ്ത് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ള ആ ഒരു വലിയ സത്യമാണ്. നമ്മുടെ ജീവിതം മാറി മറിയും. ഇന്നില്ലാത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഇന്നില്ലാത്ത കഴിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. എന്ത് ചെയ്യണം? പുതിയ പെന്തക്കോസ്ത്. അങ്ങനെ ഒരു പെന്തക്കോസ്ത് അനുഭവം നമ്മൾ ആഗ്രഹിക്കണം. കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി യഥാവിധി നമ്മൾ ഒരുങ്ങുക എന്നുള്ളത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങളിൽ നമുക്ക് ഒരു സൂചനയുണ്ട്. അവിടെ പൗലോസ്, സീലാസ്, അതുപോലെ തന്നെ കുറേ ഗ്രീക്കുകാർ, കുലീന സ്ത്രീകൾ, ഒരു ഗണം ആൾക്കാരെക്കുറിച്ച് മറ്റുള്ളവർ യഹൂദർ, ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് യഹൂദർക്ക് അസൂയ പൂണ്ടു. കാരണം ഇവരുടെ അടുത്തേക്ക് ഇഷ്ടംപോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, അവിടെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. യഹൂദർക്ക് അസൂയ പൂണ്ടു. എന്നിട്ട് ഇവരെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു ആരോപണം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്തെ തലകീഴ് മറിച്ച വ്യക്തികളാണിവർ. അവരിതാ നമ്മുടെ ദേശത്തേക്ക് വന്നിരിക്കുന്നു. ലോകത്തെ തലകീഴ് മറിച്ച വ്യക്തികൾ. ഇങ്ങനെ ഒരു ടൈറ്റിൽ അവർക്ക് കിട്ടാനുള്ള കാരണം എന്താ? അവരുടെ ജീവിതം തലകീഴ് മറിച്ച സംഭവമായിരുന്നു പെന്തക്കോസ്ത്. അതുമൂലമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് ഉയരാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു തിരുനാളാണ് പെന്തക്കോസ്ത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. നമുക്കിനി ആദ്യമായിട്ട് പെന്തക്കോസ്ത് ഇഫക്റ്റ് അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈയിടെ ഞാനൊരു വൈദികനായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈദികൻ സൂചിപ്പിച്ചൊരു കാര്യം, ഇപ്പം AI ഇഫക്റ്റാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇഫക്റ്റ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച കാര്യം, കുറച്ച് നാളുകൾക്ക് മുമ്പ് വേണേ ഒരു കാർട്ടൂൺ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കുമായിരുന്നു, ഒരുപാട് പണം ചിലവാക്കേണ്ടി വരുമായിരുന്നു. AI ഇഫക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് AI ഇഫക്റ്റ് അത് വലിയ ഒരു ഘടകമാണെന്ന്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മൾ ഇതിനേക്കാൾ വലിയ ഇഫക്റ്റ് പ്രതീക്ഷിക്കാൻ നമുക്ക് അർഹതയുണ്ട്. പെന്തക്കോസ്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ആത്മാവിൻ്റെ പ്രവർത്തനം അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ടെക്നോളജി തരുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് സ്വീകരിക്കാം, പക്ഷേ അതിനേക്കാൾ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിലൂടെ ഇങ്ങനെ ഒരു ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുക എന്നുള്ളത്. ഇതിൻ്റെ ബൈബിൾ കഥാപാത്രങ്ങളെ എടുക്കാം. പത്രോസിൻ്റെ കാര്യം. ഭീരുവായിരുന്ന പത്രോസ് ധൈര്യശാലിയായി മാറി. എന്തുകൊണ്ട്? പെന്തക്കോസ്ത് ഇഫക്റ്റ്. അതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ലൂക്ക 22:54 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പത്രോസ് അകലെയായി യേശുവിനെ അനുഗമിച്ചു. അനുഗമിച്ചില്ല, അകലെയായി. അതായിരുന്നു അവൻ്റെ അന്നത്തെ അവസ്ഥ. 22:58 ലൂക്ക 22:58 എടുത്താൽ അവനോട് ഒരു സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ആ ഗണത്തിൽപ്പെട്ടതല്ല, ഞാൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളല്ല. അങ്ങനെ ഗുരുനാഥനെ തള്ളിപ്പറയുന്ന പത്രോസിനെ അവിടെ കാണാൻ പറ്റും. പിന്നീട് പെന്തക്കോസ്തിക്ക് ശേഷം എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 2:14 മുതൽ വായിക്കുമ്പോൾ പത്രോസിൻ്റെ കന്നിപ്രസംഗം എത്ര ഇഫക്റ്റീവായിരുന്നു, എത്രമാത്രം ആളുകൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. 3-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ അടുത്ത പ്രസംഗം. അവിടെ വീണ്ടും ഇത് വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ജ്ഞാനസ്നാനപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 4-ാം അധ്യായവും 5-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ പത്രോസിൽ പെന്തക്കോസ്ത് വരുത്തിയ ഇഫക്റ്റ് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അനുസരിക്കേണ്ടത് ആരെയാണ്, നിങ്ങളെയാണോ അതോ ദൈവത്തെയാണോ? അങ്ങനെ ധൈര്യപൂർവ്വം സംസാരിക്കുന്ന പത്രോസ് അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കും, മരണം ഏറ്റെടുക്കും. ഇതെല്ലാം സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ പെന്തക്കോസ്ത് ഇഫക്റ്റ്. പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. 8-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം സഭയെ പീഡിപ്പിക്കുന്ന സാവൂൾ. 9-ാം അധ്യായത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന സാവൂൾ അവസാനം അവൻ പൗലോസായി മാറി. ആ ഒരു പെന്തക്കോസ്ത് അനുഭവം അവനെ നയിച്ച എങ്ങോട്ടാണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. തീഷ്ണമതിയായ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്ന പൗലോസിനെ കാണാൻ പറ്റും. പെന്തക്കോസ്ത് ഇഫക്റ്റ് എന്നല്ലാതെ അതിനെക്കുറിച്ച് വേറെന്ത് പറയാൻ പറ്റും? ഇനി ഈ പെന്തക്കോസ്ത് അനുഭവം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 എന്ന് വായിച്ചാൽ മതി. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ മുഴുകി. അവരെ അത് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്തു.
ഈ 3 കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെന്തക്കോസ്റ്റ് തിരുനാളിൽ ഇതുപോലൊരു പുത്തൻ അഭിഷേകം, പുതിയ പന്തക്കുസ്ത നമുക്കും പ്രാപിക്കാൻ പറ്റും. ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നത് പൈശാചികമായവ വെറുത്തുപേക്ഷിക്കുക. നമുക്ക് പൈശാചികമായിട്ടുള്ള പല കാര്യങ്ങൾ, സാത്താൻ പൂജ, ദുരാചാരങ്ങൾ, മന്ത്രച്ചരട്, ഏലസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നവേനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം, ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.